കാരണം ഉസ്താദ് സുന്നത്തിന് പ്രാമുഖ്യം കൊടുത്ത ആളാണ്. വെള്ള വസ്ത്രം ധരിച്ചിട്ടല്ലാതെ ഉസ്താദിനെ ഇന്ന് എവരെ ഞങ്ങള് ജീവിതത്തിൽ കണ്ടിട്ടില്ല. തലപ്പാവ് തലയിൽ നിന്ന് അടിച്ചിട്ടില്ല. ഒരാളോട് സൗമ്യതയിലല്ലാതെ വർത്തമാനം ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. സുന്നത്തുണ്ട്. ഞാൻ നിങ്ങൾ മരിച്ചു കിടക്കുമ്പോ പറയാണ്, ജീവിച്ചിരിക്കുന്ന ആൾ മുഖം കണ്ടിട്ട് എനിക്ക് മരിക്കാൻ തോന്നിപ്പോയി. അല്ലാഹു മഹാഭാഗ്യം നൽകട്ടെ. പറ അല്ലാഹു മഹാഭാഗ്യം നൽകട്ടെ. അല്ലാഹു ആ മഹാഭാഗ്യം നൽകട്ടെ. മൂന്നെണ്ണവും കൂടെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാകും. എന്നിട്ട് സലാത്ത് ചൊല്ലി നമുക്ക് പിരിയാം. സഹോദരങ്ങളെ, ഇതാണ് ജീവിതം, ഇതാണ് ജീവിതം. ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ, അവർക്കുള്ള ഹാലറിയാത്തതത്ഭുതമല്ലേ. ഈ ദുനിയാവിൽ കിട്ടേണ്ട ഏറ്റവും വലിയ മഹാഭാഗ്യമേടാ. മറ്റുള്ള ഹൃദയത്തിന് നമുക്കൊരു സ്ഥാനമുണ്ടാവണം. നാളെ നമ്മൾ മരിച്ചിട്ട് വീട്ടിൽ കിടക്കുമ്പോ പള്ളിയുടെ മുമ്പ് 10,000 ആളുകൾ മയ്യത്ത് നിസ്കരിക്കാൻ ഒരുമിച്ച് കൂടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഒരു കാര്യം, പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുക, വഅ്ള് വെക്കുക. ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ, ഇരിക്കുന്ന ഷെരീഫിന്റെ ഉപ്പ കാരാളുകോണം പള്ളിയുടെ സെക്രട്ടറി, അദ്ദേഹം മരിച്ചു. മയ്യത്ത് നിസ്കരിച്ച ഒരാൾക്ക് പോലും അദ്ദേഹത്തെ കുറിച്ച് എതിരൊന്നും പറയാനില്ല. കുട്ടികളോട് വാത്സല്യം, മക്കളോട് വാത്സല്യം, പള്ളിക്ക് വേണ്ടിയുള്ള ഖിദ്മത്ത്. ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോ കബറടക്കിയപ്പോ കൂടി നിന്ന ആളുകൾക്ക് ആ മനുഷ്യനെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. അള്ളാഹു അതിനെ നിലനിർത്തി കൊടുക്കട്ടെ. ഇങ്ങനെ ഒരാളായി മാറാൻ എന്തിനീ മത്സരം, എന്തിനീ മത്സരം, എന്തിനീ വൈരാഗ്യം? ഒരു ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം, അതിന് നമ്മൾ സുന്നത്തുണ്ടാവണം. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമ്മൾ വലിയവനാകണം. എടേ, എന്റെ മുമ്പിൽ ഞാൻ ആരാ? ഞാൻ വലിയ മഹാൻ ആരെടുക്കല്? ഇന്നലെ ആളുകളൊക്കെ പറഞ്ഞു, 5 മിനിറ്റ് കൊണ്ട് മഴ മേപ്പോട്ട് പോയി. വേറെ വല്ലവരാണ് ഞാൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആയാലും. അതിപ്പോ എനിക്കെന്താ പറയാൻ പാടില്ലാത്ത? ഞാൻ തന്നെ പറയാ, ഞാൻ ഇത്രയും വലിയ മഹാനാകുന്നു ഞാൻ തന്നെ കരുതിയിരുന്നില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഞാൻ ഇത്രയും വലിയ മഹാനാകുന്നു ഞാൻ തന്നെ കരുതിയില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അടുത്തേക്കുന്ന ആൾ എന്ത് ചെയ്യണം? പറയണം. ആ രീതിയിൽ ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു സ്ഥാനമുണ്ടാവും. ആ സ്ഥാനമുണ്ടാകുമ്പോഴാണ് ആ മനുഷ്യൻ, ഹനീഫ ഹജി എന്ന് പറഞ്ഞ മനുഷ്യൻ മരിച്ചു. അദ്ദേഹത്തെ കുറിച്ച് പറയാൻ, അദ്ദേഹം പള്ളിക്ക് ഖിദ്മത്ത് ചെയ്ത ആളാ. മോനെ, ഇത് ചാനൽ സൗണ്ട്സിന്റെ റിയാസൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന് എന്തിനാ വഅ്ള് വെക്കുന്നത്? ചിലര് പരിഹസിക്കും. മോനെ, നാളെ ഇവൻ മരിച്ചാൽ ഈ പുൽക്കൊടി പോലും അവന് വേണ്ടി തസ്ബീഹ് ചെയ്യും. നാളെ പറയും അവൻ എത്രയോ നല്ലവനായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ദിവസമുണ്ട്. ആ ദിവസം വരുന്നതിന് മുമ്പ് എല്ലാ വർത്തമാനങ്ങളും വിശേഷങ്ങളും മേൽവിലാസങ്ങളും എല്ലാ പേരും പെരുമയും പ്രശസ്തിയും പ്രൗഢിയും പാരമ്പര്യവും തറവാടിത്വവും എല്ലാ ഗർവം അവസാനിക്കും. ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ, അവർക്കുള്ള ഹാലറിയാത്തതത്ഭുതമല്ലേ. ഇന്ന് എന്നെ കുറിച്ചറിയണമെങ്കിൽ ഒരു ഡേറ്റ് ചോദിക്കണം എന്നോടോ, നൗഷാദ് ബാക്കവിയോടോ ഒരു ഡേറ്റ് ചോദിക്കണം. ഉസ്താദിനെ കുറിച്ചറിയണം. എന്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ ചിലപ്പോ എന്റെ ഡ്രൈവർ അനസ് ഫോൺ എടുക്കും, അല്ലെങ്കിൽ അബു എടുക്കും, അല്ലെങ്കിൽ അൻസിൽ എടുക്കും. ഉസ്താദ് എവിടെയെന്ന് ചോദിച്ചാൽ പറയും, ഒന്നുകിൽ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ പള്ളിയിലുണ്ട്, അല്ലെങ്കിൽ ഒറ്റപ്പാലത്തുണ്ടിന്റെ സമയത്ത് വന്നാൽ കാണാം. ഏത് സമയത്ത് ഞാൻ എവിടെയാ, എന്റെ അവസ്ഥ എന്താണെന്നറിയണമെങ്കിൽ അവരോട് വിളിച്ചു ചോദിച്ചാൽ മതി. എന്റെ കുട്ടികൾ ഇതിന്റെ കൃത്യമായ മറുപടി പറയും. പക്ഷേ നാളെ എന്നെ കൊണ്ടുപോയി കാരാളികോണത്തെ പള്ളിയുടെ കബറിനുള്ളിലാക്കി എന്റെ വീട്ടിൽ എന്നെ കാണാൻ വരുന്നവരോട് ഭാര്യ ചിലപ്പോ പറയും, ഉസ്താദ് ഇവിടെയില്ല, വാതിന് പോയിരിക്കുക. വ്യാഴാഴ്ചവരും, അവൾക്കും പറയാൻ വിശേഷങ്ങൾ അറിയാം. പക്ഷെ അതിന്റെ തൊട്ടടുത്തുള്ള പള്ളിക്കാട്ടിൽ എന്നെ അടക്കി. ഞാൻ ആരടി മണ്ണിനുള്ളിലാ. ആദ്യത്തെ ദിവസം ഞാൻ മരിച്ചതറിയാതെ ഒരാള് ഫോണിൽ വിളിച്ചിട്ട് എന്റെ ഡ്രൈവർമാരോട് ഉസ്താദ് എവിടെയെന്ന് ചോദിച്ചാ അവര് ജീവിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള പള്ളിക്കാട്ടിന്റെ ഉള്ളിൽ ഞാൻ കിടക്കുന്നുണ്ട്. എന്റെ ഡ്രൈവർമാർ നിൽക്കുന്ന എന്റെ വീടിന്റെ തൊട്ടുപുറകിൽ പള്ളിക്കാടാ. എന്റെ ഭാര്യ എവിടെയുണ്ട്, എന്റെ മക്കൾ എവിടെയുണ്ട്, തൊട്ടടുത്ത പള്ളിക്കാട്ടിന്റെ ഉള്ളിൽ ഞാൻ കിടക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഭർത്താവിന്റെ അവസ്ഥ പറയാൻ, ഉസ്താദ് ഇന്നടുത്താണ്, ഖബറിന്റെ
ഉള്ളിൽ ഈ അവസ്ഥയിലാന്ന് പറയാൻ ആ കുട്ടികൾക്ക് പിന്നെ കഴിയില്ലല്ലോ. കാരണം എന്താ? ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ. അവർക്കുള്ള ഹാലറിയാത്ത അതത്ഭുതമല്ലേ. സിംഹാസനത്തിനു ചുറ്റി നിന്നവരല്ലേ. പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ പാതിരാ സമയത്ത് വാഹനം ഓടിക്കുമ്പോ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ പാതിരാത്തിൽ എന്റെ ഡ്രൈവർമാര് വാഹനം ഓടിക്കാറുണ്ട്. കാരണം എന്താ? ഇന്ന് അങ്ങകലെ മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിൽ നിന്ന് എന്നെ കാണാൻ ഇന്നൊരു ഫാമിലി എന്റെ വീട്ടിലെത്തി. അവരുടെ ഒരു മകനുണ്ട്, 9 വയസ്സേ പ്രായമുള്ളൂ. ആ പൊന്നുമോൻ എപ്പോഴും കാസറ്റ് കേൾക്കുന്ന പൊന്നുമോനാ. അവൻ എന്റെ ഡ്രൈവർ അനസിന്റെ അടുക്കൽ ചെന്നിട്ട് ആരും അറിയാതെ പറഞ്ഞു, രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോ സൂക്ഷിച്ചോടിക്കണേ, ഉറങ്ങല്ലേ, ഉസ്താദിനൊരു അപകടവും വരാതെ നോക്കണേ. ഞാനിതിപ്പോ പറയാൻ കാരണം എന്റെ മകനല്ല മലപ്പുറം ജില്ലയിലെ കരുവാരക്കൊണ്ടുള്ള 9 വയസ്സുകാര് എന്നോടല്ല, ആരുമില്ലാതെ എന്റെ ഡ്രൈവറിനോട് പറഞ്ഞതാണ്, ഉറക്കമളച്ചാട് ഉറങ്ങാതെ വണ്ടി ഓടിക്കണേ, ഉസ്താദിനൊരു അപകടവും വരുത്തല്ലേ. 9 വയസ്സുള്ള പൊന്നുമോ പറയുമ്പോ ആ സ്നേഹിച്ചവരൊക്കെ എന്റെ മുമ്പിൽ സ്നേഹിച്ചവരാ. നാളെ ഞാൻ മരിച്ചാൽ പിടിമണ്ണ് വാരിയെറിയുന്നത് അവരാണ്. അതുകൊണ്ട് സഹോദരങ്ങള്, ഈ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ മറ്റുള്ളവരുടെ ഹൃദയത്തിനൊരു സ്ഥാനം കിട്ടിയ മയ്യത്ത് നിസ്കരിക്കാൻ പാഞ്ഞു വരില്ലേ. സന്തൂക്ക് കെട്ടിലിന്റെ പുറകിൽ ആളുണ്ടാവില്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ആയിരക്കണക്കിന് വിശ്വാസികൾ ഉണ്ടാവില്ലേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ 10-18 വർഷം പറഞ്ഞിട്ട് അഹമ്മദ് കബീറിന് കിട്ടിയതെന്താ? കിട്ടിയതിൽ ഏറ്റവും വലിയ സൗഭാഗ്യം ധാരാളം കിട്ടിയിട്ടുണ്ട്. നാളെ മരിച്ചെന്ന് കേട്ടാൽ മയ്യത്ത് നിസ്കരിക്കാൻ നിങ്ങളിൽ ഒരാൾ വരുമല്ലോ, 1000 കൂടുമല്ലോ. അതിനെന്ത് ചെയ്യണം? ജീവിതത്തിൽ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യണം. നാളെ മരിച്ചാലും ഒടുങ്ങാത്ത സൽക്കർമ്മങ്ങൾ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, യതീംഖാനക്ക് വേണ്ടി, ഹിഫ്ള് കോളേജിന് വേണ്ടി പരമാവധി ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യണം. അടുത്ത 3 കാര്യം കൂടി പറയുന്നതിന് മുമ്പ് എന്റെ സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാ. കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള പള്ളിക്കോലാകളിൽ തലയിൽ കിടക്കുന്ന തലപ്പാവടിച്ചിട്ട് പള്ളിയുടെ മുറ്റത്ത് വിരിച്ചിട്ട് അതിൽ വീണ് കിടക്കുന്ന ചില്ലറ നാണയത്തൊട്ടുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി മദ്രസ തുടങ്ങിയ ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. ആരാട് സമസ്തക്ക് വേണ്ടി കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ തലപ്പാവരിച്ചിട്ട് പള്ളിയുടെ മുമ്പിൽ വിരിച്ചിട്ടിട്ട് നാണയത്തൊട്ടുകൊണ്ട് മദ്രസ പണിത ആളാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. ആ മനുഷ്യൻ ഇന്ന് മണ്ണിന്റെ അടിയിലാ. കേരളത്തിലുള്ള സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ ഒരു ദിവസം 10 ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. മദ്രസ വിടാ നേരത്ത് 10 ലക്ഷം വിദ്യാർത്ഥികൾ ഒരു ദിവസം 3 സലാത്ത് ചൊല്ലിയ 30 ലക്ഷം സലാത്തായില്ലേ. ഒരു ദിവസം 30 ലക്ഷം സലാത്ത് ഖബറിലേക്ക് ഏറ്റുവാങ്ങിയിട്ട് കിടക്കുന്നുണ്ട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. കരിനാഗപ്പള്ളി താജ്മഹലിന്റെ ആകൃതിയുള്ള പള്ളിയുടെ മുമ്പിൽ കിടക്കുന്നുണ്ട് മോനെ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ. ആരാട്? ദക്ഷിണ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടി മദ്രസ പണിയാൻ വേണ്ടി പാടുപെട്ട മനുഷ്യൻ. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വെച്ചിട്ട് ഉസ്താദ് 5 മിനിറ്റ് കൊണ്ട് മടമാറിയ സദസ്സാ. ഈ സമയത്ത് ഒരു ചെറിയ മടത്തുള്ളി വീണാൽ അത് കബൂലിയത്തിന്റെ അടയാളമാ. ഉസ്താദേ, 6666 രൂപ വിശുദ്ധ ഖുർആനിലെ ആയത്തിന് തുല്യമായി ഈ സദസ്സിലേക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാ. 34,789 ആളുകൾ ഇൻഷാ അല്ലാഹ് 34,790 ആളാ പറയുന്നുണ്ട്. ക്യാൻസർ മാറിയിട്ടുണ്ട്. 30 വർഷമായി കുട്ടികളില്ലാത്തവർക്ക് നൽകിയിട്ടുണ്ട്. ഈ സദസ്സിലേക്ക്, അള്ളാന്റെ ഇൽമിന്റെ സദസ്സിലേക്ക് പറയാ അൽഹംദുലില്ലാഹ്.
ഇപ്പൊ എനിക്കത് കൊടുക്കാൻ കഴിവുണ്ട് റബ്ബേ. ഞാൻ ഈ സദസ്സിൽ പറയുകയാ, ഒരു ദുആയുടെ ഇജാബത്തിന് വേണ്ടി എന്റെ മക്കൾക്ക് വേണ്ടി ഉസ്താദ് 6666 ആയത്തുകൾ കാണാതെ പഠിച്ച ഹാഫിളാവണം. 40 പേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ എന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്റെ പൊന്നുമോഹം കൊണ്ടുപോകണം, എന്റെ പൊന്നുമോള് കൊണ്ടുപോകണം. എന്റെ കടം മാറണം, എന്റെ രോഗം മാറണം. ഏത് പ്രയാസമാണെങ്കിലും ഇൻഷാ അല്ലാഹ് അല്ലാഹു മാറ്റിത്തരട്ടെ. 6666 രൂപ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. കഴിവുള്ള സഹോദരങ്ങൾ 34,789 പേര് ഇതേവരെ ഇതേപോലെയുള്ള സദസ്സുകളിൽ കൈപൊക്കി പറഞ്ഞിട്ടുണ്ട്. എല്ലാ സദസ്സിലും ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ, അവരാരാണെങ്കിലും അവരെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ നിന്നൊരു സഹോദരൻ ആദ്യം എഴുന്നേറ്റിട്ട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലേക്ക് ഉസ്താദ് അതിൽ 790ാമത്തെ ആളായി റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ചാനൽ സൗണ്ട്സിന്റെ റിയാസ് 6666 രൂപ റബ്ബേ സ്വീകരിക്കണേ അല്ലാഹ്. ലോകത്ത് ഓരോ രാത്രിയിലും 10,000 ആമീൻ പറയുമ്പോ ആ ചെറുപ്പക്കാരനെ ആഗ്രഹം കൊണ്ട് പറഞ്ഞു കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്, സൽസ്വഭാവികളാക്കണേ അല്ലാഹ്. ഉപ്പാക്കും ഉമ്മാക്കും ഖൈറായ സൽസ്വഭാവികളായ മക്കളാക്കണേ റബ്ബേ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്. എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ശിഫയാക്കണേ അല്ലാഹ്. റബ്ബേ കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്.